Hi all, welcome to our Andre YouTube teaching channel. I am Dr. Adida Kayuni. Today we are going to discuss CAT 3 English question discussion. We previous year CAT 3 English questions discuss ചെയ്യുന്നത്. So എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. സോ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the life narrative of Kamala Das? So Kamala Dasന്റെ ലൈഫ് നറേറ്റീവ് നമ്മളെ എൻ്റെ കഥ അതാണ് മൈ സ്റ്റോറി. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ആൻ ഓട്ടോബയോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് മൈ സ്റ്റോറി. Then second question, the novelist who created the characters Tom Sawyer and Huckleberry Finn. ഹക്കിൾബെറി ഫിൻ എന്ന് കേട്ടാൽ തന്നെ അറിയാം ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓഥർ ആരാണ്? മാർക്ക് ട്വെയിൻ. സോ മാർക്ക് ട്വെയിൻ്റെ വർക്കിലെ ക്യാരക്ടേഴ്സാണ് ടോം സോയറും ഹക്കിൾബെറി ഫിന്നെല്ലാം. ദെൻ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു നോവൽസ് ഒരു റൈറ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ റൈറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിലെ ക്യാരക്ടേഴ്സും നമ്മൾ ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആകുമ്പോൾ അവരുടെ വർക്ക്സിലെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ധാരാളം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് റൈറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് ഓർത്തിരിക്കണം. That is a very important point. Then third question, which of the poets suffered from blindness and wrote a sonnet on blindness? So blind ആയിട്ടുള്ള ഒരു പോയിറ്റ് ഉണ്ടായിരുന്നു. ആൾ ഒരു മിഡിൽ ഏജ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ആൾക്ക് ബ്ലൈൻഡ്നെസ് വന്നത്. ബ്ലൈൻഡ്നെസ്സിലാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ വർക്ക്സ് എഴുതിയിട്ടുണ്ട്, പാരഡൈസ് ലോസ്റ്റ് ഒക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എഴുതുന്നു ബ്ലൈൻഡ് ആയിരുന്നു. അദ്ദേഹം ഓൺ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു സോണറ്റും എഴുതിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ecofeminism campaigns the concerns of women and nature, women and theory, colonialism and women and history. സോ എക്കോ ക്രിറ്റിസിസം അല്ലെങ്കിൽ എക്കോഫെമിനിസത്തിൽ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് വിമൺ ആൻഡ് നേച്ചറിനെ ഒരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നേച്ചറിൽ സ്ത്രീത്വം കണ്ടുപിടിക്കുക. അതാണ് ഈ ക്രിറ്റിക്സ് ചെയ്യുന്നത്. Then fourth one is Pardney's Tale is a part of Canterbury Tales. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൻറ്റർബറി ടെയിൽസ് ചോസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. കാൻറ്റർബറി ടെയിൽസിലെ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എത്ര പിൽഗ്രിംസ് ഉണ്ടായിരുന്നു, അവരെത്ര ടെയിൽസ് പറഞ്ഞു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബക്കറ്റിൻ്റെ ഷ്രൈനിലേക്ക് പോകാൻ അവിടേക്കാണ് അവർ പിൽഗ്രിമേജ് ചെയ്യുന്നത്. എത്ര പിൽഗ്രിംസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചോസർ പറയുന്നത് 29 പിൽഗ്രിംസ് ഉണ്ട്. 29 പിൽഗ്രിംസ് പ്ലസ് ചോസർ പ്ലസ് ഹോസ്റ്റ്. അവരെ ഹോസ്റ്റ് ആയിരുന്നു ഹാരി ബെയ്ലി ആയിരുന്നു ഹോസ്റ്റ്. അങ്ങനെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 31 ആണ്. ചോസർ പറയുമ്പോൾ ചോസറിന് ഉൾക്കൊള്ളിക്കാനാണ് 29 പിൽഗ്രിംസ് എന്ന് പറഞ്ഞത്. 29 പിൽഗ്രിംസ് പ്ലസ് നറേറ്റർ ചോസറാണ്, പ്ലസ് ഹോസ്റ്റ് ഹാരി ബെയ്ലി. ദെൻ അവർ ടെബാർഡ് ഇന്നിലാണ് സ്റ്റേ ചെയ്തത്. ടെബാർഡ് ആ ഇന്നിൻ്റെ പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരെന്താ പ്ലാൻ ചെയ്തിരുന്നത് വെച്ചാൽ ബോർഡം മാറ്റാൻ ആ ഷ്രൈനിലേക്ക് പോകുമ്പോഴും ഒരാൾ 2 സ്റ്റോറീസ് വെച്ച് പറയണം, തിരിച്ചു വരുമ്പോഴും 2 സ്റ്റോറീസ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പ്ലാൻ ചെയ്ത പോലെയൊന്നും നടന്നില്ല. ദെൻ കാൻറ്റർബറി ടെയിൽസിൽ 24 ടെയിൽസ് ആണ് അറ്റ് പ്രസൻറ്റ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ കപ്ലെറ്റ് ഈസ് എ സെറ്റ് ഓഫ്, ആസ് യു ഓൾ നോ, 2 ലൈൻസ്. 2 ലൈൻസിനെയാണ് ഒരു കപ്ലെറ്റ് എന്ന് പറയുക. ക്വാട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാട്രെയിൻ എന്ന് പറഞ്ഞാൽ 4 ലൈൻസിനെയാണ് ഒരു ക്വാട്രെയിൻ എന്ന് പറയാം. കപ്ലെറ്റ് മീൻസ് 2 ലൈൻസ്. ഞാൻ ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ദെൻ 6th one, Nora is the main character
in Ibsen's Ghost, Peer Gynt, Pillars of Society, Doll's House. ഒരു ഫെമിനിസ്റ്റ് വർക്കാണ് ഡോൾസ് ഹൗസ്. ഡോൾസ് ഹൗസിലെ മെയിൻ ക്യാരക്ടറാണ് നോറ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്പെൻസേറിയൻ സ്റ്റാൻസ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നോട്ട് ട്രൂവും ട്രൂ ഉണ്ടാവും. അപ്പം നമ്മളിത് പെട്ടെന്ന് വായിക്കുമ്പോൾ അശ്രദ്ധയായിട്ട് വായിക്കുകയാണെങ്കിൽ ഈ നോട്ട് എന്നുള്ളത് നമ്മളെ മനസ്സിൽ കയറില്ല. വിച്ച് ഈസ് ട്രൂ അബൌട്ട് സ്പെൻസേറിയൻ സ്റ്റാൻസിനെ കുറിച്ചൊരു ട്രൂ ഏതാണ് എന്നുള്ളതാവും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് കയറുക. സോ യു മസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. കാരണം കെയർലെസ് ആയിട്ട് തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ യു മസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. സോ ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ സ്പെൻസേറിയൻ സ്റ്റാൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ സ്പെൻസേറിയൻ സ്റ്റാൻസയുടെ ഫീച്ചേഴ്സാണ് ഇതിൽ പറയുന്നത്. ഇതിലൊരു പോയിന്റ് മാത്രം ശരിയല്ല. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് കണ്ടെയ്ൻസ് 8 lines of iambic pentameter. It contains 8 lines of iambic pentameter. 8 lines iambic pentameterലായിരിക്കും, കറക്റ്റാണ്. ദെൻ 9th line, 1 line in Alexandrine, അതും കറക്റ്റാണ്. 8 iambic pentameterഉം പിന്നെ അതേപോലെ തന്നെ അലക്സാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനും കൂടി ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ 9 lines ആണ് ഒരു സ്പെൻസേറിയൻ സ്റ്റാൻസയിൽ ഉണ്ടാവുക. ടോട്ടൽ 9 lines, 8 lines iambic pentameter and 1 line is called Alexandrine. Then the rhyme pattern is AB, 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 ABC. ഇത് തെറ്റാണ്. സ്പെൻസേറിയൻ സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് ഇതാണ്: AB, AB, BC, BC, C. ഇതാണ് സ്പെൻസേറിയൻ സ്റ്റാൻസയുടെ റൈം സ്കീം. Then fourth point, the form was invented by Edmund Spenser. That point is also correct. അപ്പോൾ ഇതിൽ ഏതാണ് നോട്ട് ട്രൂ? തെറ്റായിട്ടുള്ള പോയിന്റ് സി ആണ്. ഈ റൈം പാറ്റേൺ അവർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പെൻസേറിയൻ സ്റ്റാൻസയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സ്പെൻസേറിയൻ സ്റ്റാൻസയിൽ 9 lines ആണ് ഉണ്ടാവുക. ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് സ്പെൻസേറിയൻ സോണറ്റ്. സ്പെൻസേറിയൻ സോണറ്റ്, ഷേക്സ്പിയറിയൻ സോണറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പെൻസേറിയൻ സോണറ്റിൽ സാധാരണ സോണറ്റ്സിൻ്റെ പോലെ തന്നെ 14 lines ആണ് ഉണ്ടാവുക. അതിൻ്റെ റൈം സ്കീമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഷേക്സ്പിയറിയൻ സോണറ്റ്, ഇംഗ്ലീഷ് സോണറ്റ്, എലിസബത്തൻ സോണറ്റ്, ഈ 3 സോണറ്റും സെയിം ആണ്. ഏതൊക്കെയാണ്? എലിസബത്തൻ, ഇംഗ്ലീഷ് ആൻഡ് ഷേക്സ്പിയറിയൻ സോണറ്റ് സെയിം ആണ്. സ്പെൻസേറിയൻ സോണറ്റിൽ ആ റൈം സ്കീമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിലെല്ലാം 14 lines ആണെങ്കിലും ഈ ഷേക്സ്പിയറിയൻ സോണറ്റും സ്പെൻസേറിയൻ സോണറ്റിലും റൈം സ്കീമിൽ വ്യത്യാസമുണ്ട്. Then 8th question, pick out the novel written in the stream of consciousness mode by a woman writer. First one, Frankenstein, To the Lighthouse, Ulysses, Sense and Sensibility. ഇതിൽ ഫ്രാങ്കസ്റ്റൈൻ, ടു ദ ലൈറ്റ് ഹൗസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഇതെല്ലാം ഫീമെയിൽ റൈറ്റേഴ്സാണ് എഴുതിയത്. യുലീസസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ബട്ട് അത് എഴുതിയത് ആരാണ്? ജെയിംസ് ജോയ്സ് ആണ്. അപ്പോൾ ഒരു വുമൺ റൈറ്റർ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്ത് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ടു ദ ലൈറ്റ് ഹൗസ്. വെർജീനിയ വൂൾഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ടു ദ ലൈറ്റ് ഹൗസ്. ടു ദ ലൈറ്റ് ഹൗസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് മാത്രം ബേസ് ചെയ്തിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ജെയിംസ് ജോയ്സ്, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, യുലീസസ്, അങ്ങനത്തെ വർക്ക്സിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 9th question, who among the 4 given below is a strong advocate of new historicism? സോ ന്യൂ ഹിസ്റ്റോറിസത്തിൻ്റെ ആ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആരാന്ന് ചോദിച്ചാൽ ടെറി ഈഗിൾട്ടൺ അല്ല, കെയ്റ്റ് മില്ലറ്റ് അല്ല, ടി.എസ്. എലിയറ്റ് അല്ല, ഇറ്റ് ഈസ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ആണ് ന്യൂ ഹിസ്റ്റോറിസത്തിൻ്റെ മെയിൻ ഫിഗർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഓരോ തിയറിയും പഠിക്കുമ്പോൾ അതിലത്തെ കീ ഫിഗേഴ്സ് ആരാണ്. ഇപ്പോൾ ഡീകൺസ്ട്രക്ഷൻ്റെ കീ ഫിഗർ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദരിദ്രയാണ്. അതേപോലെ ഓരോന്നിൻ്റെയും കീ ഫിഗേഴ്സ് ആരൊക്കെയാണ്, അവർ പറഞ്ഞ ടേംസ് കോയിൻ ചെയ്ത ഫ്രേസസ് ഏതൊക്കെയാണ്, അതെന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. കാരണം ഈ ഒരു തിയറി പാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ
എക്സ്പെക്റ്റ് ചെയ്യാം. Then 10th question, who among the following was not known as lake poet? ഇതിൽ ആരാണ് ലേക്ക് പോയറ്റ് അല്ലാത്തത്? ആരെയാണ് ലേക്ക് പോയറ്റ്സ് എന്ന് വിളിക്കുക? ലേക്ക് ഡിസ്ട്രിക്റ്റിൽ താമസിച്ചിരുന്ന റൊമാൻറ്റിക് പോയറ്റ്സിനെയാണ് ലേക്ക് പോയറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കാൾറിഡ്ജ്, വേർഡ്സ്വർത്ത്, സദേവ് ഇവർ 3 പേരുമാണ് ലേക്ക് പോയറ്റ്സ് എന്ന് പറയുന്നത്. ഷെല്ലി ഈസ് നോട്ട് എ ലേക്ക് പോയറ്റ്. സോ അവർ ആൻസർ ഈസ് ഷെല്ലി. ഇവർ 3 പേരും ലേക്ക് പോയറ്റ്സ് ആണ്. Coleridge, Wordsworth and Sade. Then 11th question, the theory of epic theatre was developed by Samuel Beckett, Brett, Sinch, Bernard Shaw. The right answer is Brett. Brett ആണ് epic theatre ഡെവലപ്പ് ചെയ്തത്. സാമുവൽ ബെക്കറ്റ് ഏത് തിയേറ്ററാണ്? അബ്സേർഡ് തിയേറ്റർ, വെയിറ്റിംഗ് ഫോർ ഗോദോ. അതൊക്കെ വളരെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നൊക്കെ ഇപ്പം എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സാമുവൽ ബെക്കറ്റ്, അബ്സേർഡ് തിയേറ്റർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമുവൽ ബെക്കറ്റിൻ്റെ ആണ് അബ്സേർഡ് തിയേറ്ററിൻ്റെ ആളുടെ പ്ലേസ് ഒക്കെ. ബ്രെറ്റിൻ്റെ ആണ് എപ്പിക് തിയേറ്റർ. ദെൻ സിഞ്ച് എബേ തിയേറ്ററൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. എബേ തിയേറ്റർ അത് ഐറിഷ് ലിറ്ററി തിയേറ്ററും ഒക്കെ കണക്റ്റ് ആയിട്ടുള്ളതാണ് സിഞ്ച്. പിന്നെ ബെർണാഡ് ഷോ അറിയാം, സോഷ്യൽ പ്ലേസ് ആണ് ആൾ കൂടുതൽ ചെയ്തിരുന്നത്. ദെൻ 12th question, in the poem Mac Flecknoe appears for a ceremony. ഏതിനു വേണ്ടിയിട്ടായിരുന്നു മാക് ഫ്ലക്നോ ഡ്രൈഡൻ്റെ ആണ്. അതിൽ ആരെയാണ് സെറ്ററൈസ് ചെയ്യുന്നത്? തോമസ് ഷാഡ്വെലിനെയാണ്. ഷാഡ്വെലിൻ്റെ കൊറോണേഷനാണ് പറയുന്നത്. നോൺസെൻസ് കിങ്ഡത്തിലേക്കുള്ള ആളെ അടുത്ത രാജാവായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് കൊറോണേഷനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മാക് ഫ്ലക്നോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അതിൽ കുറേ ഇറ്റ്സ് എ മോക്ക് ഹീറോയിക് പോം, മോക്ക് എപ്പിക്കാണ്. Then 13th question, nothing happens, nobody comes, nobody goes, the awful the situation figures in. ഇത് ഏതിലെ ഡയലോഗാണ്? വെയിറ്റിംഗ് ഫോർ ഗോദോ, ഗോസ്റ്റ് റൈഡേഴ്സ് ടു സീ കാറ്റ് ഓൺ എ ഹോട്ട് ടിൻ റൂഫ്. ദ റൈറ്റ് ആൻസർ ഈസ് വെയിറ്റിംഗ് ഫോർ ഗോദോ. സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ ഒരു ഡയലോഗാണ് ഇത്. ഇസ്ട്രജൻ ആണ് പറയുന്നത്. ഇസ്ട്രജൻ, വ്ളാഡിമിർ അതാണല്ലോ അവർ 2 ക്യാരക്ടേഴ്സ്. അതിൽ എസ്ട്രജൻ പറയുന്ന ഒരു ഡയലോഗാണ്. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്. ആ ഒരു എബ്സേർഡിസത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. Then 14th question, T.S. Eliot's well-known poem published in the early 20th century 1922 പബ്ലിഷ് ചെയ്ത T.S. എലിയറ്റിൻ്റെ പോം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം വേസ്റ്റ് ലാൻഡാണ്. ബട്ട് ഏത് വേസ്റ്റ് ലാൻഡാണ്? ആ എഴുതിയ പാറ്റേണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതാണോ 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 ഇതാണോ? ഇതിൽ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ സ്പേസ് ഇല്ല. ഇവിടെ വേസ്റ്റ് ലാൻഡ് കൊടുത്തിട്ടുണ്ട്, ഇയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, വേസ്റ്റ് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 4th one. 1922 പബ്ലിഷ് ചെയ്തത്, അത് കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ ടൈറ്റിലിൻ്റെ ഒപ്പം ഇയർ ഒന്നും കൊടുത്തിട്ടില്ല. കണ്ട, ഇതേപോലൊന്നും അതിൻ്റെ പബ്ലിഷ് ചെയ്തുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് വേസ്റ്റ് ലാൻഡ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വേസ്റ്റ് ലാൻഡ്. ദെൻ 15th question, the winner of Nobel Prize for Literature in 2020 നൊബേൽ പ്രൈസ് വിന്നർ, ലിറ്ററേച്ചർ നൊബേൽ പ്രൈസ് വിന്നർ ആരായിരുന്നു? ലൂസി ഗ്ലക്കാണ് 2020 നൊബേൽ പ്രൈസ് വിന്നർ. 2022 ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് ആനി അർനെക്സിനാണ്. നമ്മളപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത്രയും കറണ്ട് അഫെയർസ് പോലും അവർ ചോദിക്കുന്നുണ്ട്. അത്രയും റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ യു ക്യാൻ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. നൊബേൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് മറച്ചു നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ദെൻ കസവിഷഗുരുവിന് 2017 നൊബേൽ പ്രൈസ് കിട്ടിയത്.
ലൂസ് ഗ്ലക്കിന് 2020, ആനി എർണക്സിന് 2022, 2023 ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. Then 16th question, for God's sake hold your tongue and let me love is a line from a poem by Abraham Cowley, John Donne, Andrew Marvell, Henry Vaughan. ഇവർ 4 പേരും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ്. ബട്ട് ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം കാനനൈസേഷൻ ബൈ ജോൺ ഡൺ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ ഡണ്ണിൻ്റെ കാനനൈസേഷനിൽ നിന്നും എടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വർക്ക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള വർക്ക്സിൻ്റെ പോംസ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ലൈൻസ് വെച്ചിട്ട് പോം ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. Then 17th question, the episode of Spider and the Bee occurs in the Ballad of Robert Bruce, The Tale of a Tub, The Battle of the Books, Paradise Lost. The right answer is Battle of Books. Battle of Books-il ഏൻഷ്യൻ്റ് റൈറ്റേഴ്സും മോഡേൺ റൈറ്റേഴ്സും തമ്മിലൊരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ റൈറ്റേഴ്സിനെയും ബീസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് റൈറ്റേഴ്സിനെയും ആണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു കമ്പാരിസൺ ആണ് ഈ ബാറ്റിൽ ഓഫ് ബുക്സിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നടന്ന ലൈബ്രറി അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 18th question, the Abbey Theatre is associated with England, Scotland, Ireland, Wales. The right answer is Ireland. സോ ഈ എബേ തിയേറ്ററിൻ്റെ ഫസ്റ്റത്തെ പേരെന്ന് പറഞ്ഞാൽ ഐറിഷ് ലിറ്ററി തിയേറ്റർ എന്നായിരുന്നു. അതാണ് ലേറ്റർ എബേ തിയേറ്ററായിട്ട് മാറിയത്. അത് ആ പോയിൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് WB Yeats, സിഞ്ച് ഇവരൊക്കെയാണ്. അവർ ഐറിഷ് നാഷണലിസ്റ്റ് ആയിരുന്നു. അവർ ഐറിഷ് നാഷണലിസ്റ്റൊക്കെ കൊണ്ടുവരാൻ വീണ്ടും ശ്രമിച്ച ആൾക്കാരാണ് അവർ. ദെൻ 19th question, stream of consciousness is a term coined by James Joyce, William James, Henry James, Dorothy Richardson. The right answer is William James. ഇവിടെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ജെയിംസ് ജോയ്സ് കൊടുത്തിരിക്കുകയാണ്. കാരണം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരിക ജെയിംസ് ജോയ്സിനെയാണ്. ജെയിംസ് ജോയ്സിൻ്റെ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ഇസ് എ യങ് മാൻ. ബട്ട് ഇവിടെ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ വർക്കിലാണ് ഫസ്റ്റ് കോയിൻ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് യൂസ് ചെയ്ത ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ഡൊറോത്തി റിച്ചാർഡ്സൻ്റെ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് 13 നോവൽസ് ഉണ്ട്. അതിലാണ് ഫസ്റ്റായിട്ട് വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th one, the phrase a terrible beauty was coined by William Blake, Thomas Gray, William Shakespeare, W.B. Yeats. W.B. Yeats ഈസ്റ്റർ 1916 എന്ന പോമിലാണ് ഈ ടെറിബിൾ ബ്യൂട്ടി വാറുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളൊരു ടേമാണ് ടെറിബിൾ ബ്യൂട്ടി. അത് ഈസ്റ്റർ 1916 എന്ന് പറഞ്ഞ വർക്കിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ next question, last question, the author of Dream Children A Reverie was written by Dylan Thomas, Edgar Allan Poe, Charles Kingsley, Charles Lamb. Charles Lamb ആണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ആലിസ് അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ആളെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ഡ്രീം ചിൽഡ്രൻ. ചാൾസ് ലാമ്പിൻ്റെയാണ് അത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കാറ്ററ്റ് 3 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? ആ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ചോയ്സസ് ഭയങ്കര ട്രിക്കി ആയിരിക്കും. സോ യു മസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, ദെൻ ഓൺലി വി ക്യാൻ റൈറ്റ് ദി ആൻസർ പ്രോപ്പർലി. അതേപോലെ തന്നെ പോംസൊക്കെ പഠിക്കുമ്പോൾ പോംസിൻ്റെ പല ലൈൻസിൽ നിന്നാണ് പല ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോംസ് ആവുമ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അതേപോലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യനൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ
ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സസൊക്കെ എൻജോയ് ചെയ്യുക. താങ്ക് യു ആൾ.